നമസ്കാരം. ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളിലൊന്നാണ് ഫ്രിഡ്ജ്. പലരും ഒരു തെറ്റിദ്ധാരണയിൽ ജീവിക്കാറുണ്ട്. ഫ്രിഡ്ജിൽ വെച്ചാൽ ഏത് ഭക്ഷണവും എത്ര ദിവസം വേണമെങ്കിലും കേടാക്കില്ല എന്നാണ് കരുതുന്നത്. പക്ഷെ അത് ശരിയല്ല. ഫ്രിഡ്ജ് ഭക്ഷണം കൂടുതൽ ദിവസം സൂക്ഷിക്കാൻ സഹായിക്കും. എന്നാൽ നമ്മൾ ചെയ്യുന്ന ചില ചെറിയ തെറ്റുകൾ കാരണം ഭക്ഷണം പ്രതീക്ഷിച്ചതിലും വേഗം കേടാകാം. ഇന്നത്തെ വീഡിയോയിൽ അത്തരത്തിലുള്ള 5 സാധാരണ തെറ്റുകളെക്കുറിച്ചാണ് പറയുന്നത്. ആദ്യം പറയാനുള്ളത് ചൂടുള്ള ഭക്ഷണം നേരിട്ട് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ്. പാചകം കഴിഞ്ഞ ഉടനെ ചൂടോടെ പാത്രം ഫ്രിഡ്ജിൽ വെക്കുന്നത് പലരും ചെയ്യുന്ന കാര്യമാണ്. പക്ഷേ ഇത് നല്ല ശീലമല്ല. ചൂടുള്ള ഭക്ഷണം ഫ്രിഡ്ജിനുള്ളിലെ താപനില കൂട്ടും. അതോടെ അടുത്ത് വെച്ചിരിക്കുന്ന മറ്റു ഭക്ഷണങ്ങളും ബാധിക്കാം. അതുകൊണ്ട് ഭക്ഷണം ആദ്യം സാധാരണ ചൂടിലേക്ക് തണുക്കാൻ അനുവദിക്കുക. പക്ഷെ അധിക നേരം പുറത്തു വെക്കുകയും അരുത്. ചെറുതായി തണുത്താൽ അടച്ച് ഫ്രിഡ്ജിൽ വെക്കുന്നതാണ് നല്ലത്. രണ്ടാമത്തെ തെറ്റ് ഭക്ഷണം മൂടാതെ ഫ്രിഡ്ജിൽ വെക്കുന്നത്. കറി, ചോറ്, പഴങ്ങൾ, മുറിച്ച പച്ചക്കറികൾ എന്നിവ മൂടാതെ വെച്ചാൽ അവയിലെ ഈർപ്പം കുറയും. അതുപോലെ ഫ്രിഡ്ജിലെ മറ്റു ഭക്ഷണങ്ങളുടെ മണവും അതിലേക്ക് പിടിക്കും. അതുകൊണ്ട് എപ്പോഴും മൂടിയുള്ള പാത്രത്തിലോ ഭക്ഷണം സൂക്ഷിക്കാൻ അനുയോജ്യമായ കണ്ടെയ്നറിലോ വെക്കാൻ ശ്രമിക്കുക. മൂന്നാമത്തെ തെറ്റ് ഫ്രിഡ്ജ് നിറയെ സാധനങ്ങൾ കുത്തിനിറയ്ക്കുന്നത്. സ്ഥലം കിട്ടുന്നിടത്തെല്ലാം സാധനങ്ങൾ കുത്തിനിറച്ചാൽ തണുത്ത വായു ശരിയായി സഞ്ചരിക്കില്ല. അപ്പോൾ ചില ഭാഗങ്ങൾ കൂടുതൽ തണുക്കും, ചില ഭാഗങ്ങൾ ആവശ്യാവശ്യത്തിന് തണുക്കില്ല. അതുകൊണ്ട് ചില ഭക്ഷണങ്ങൾ വേഗം കേടാകാം. ഫ്രിഡ്ജ് ചെവിയിടം വിടുന്നത് നല്ലതാണ്. വായു സഞ്ചരിക്കുമ്പോഴാണ് ഫ്രിഡ്ജ് കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നത്. നാലാമത്തെ തെറ്റ് പഴയതും പുതിയതുമായ ഭക്ഷണം കൂട്ടിക്കലർത്തി വെക്കുന്നത്. ഇന്നലെ ബാക്കിയുള്ള കറിയുടെ കൂടെ ഇന്നത്തെ പുതിയ കറി ചേർക്കുന്ന ശീലം പല വീടുകളിലുമുണ്ട്. അങ്ങനെ ചെയ്യരുത്. പഴയ ഭക്ഷണത്തിലുള്ള സൂക്ഷ്മജീവികൾ പുതിയ ഭക്ഷണത്തിലേക്കും പകരാം. എപ്പോഴും പഴയത് വേറെ പാത്രത്തിലും പുതിയത് വേറെ പാത്രത്തിലും സൂക്ഷിക്കുക. ആദ്യം പഴയ ഭക്ഷണം ഉപയോഗിച്ച് തീർക്കാൻ ശ്രമിക്കുക. അഞ്ചാമത്തെ തെറ്റ് ഫ്രിഡ്ജ് വൃത്തിയാക്കാതെ ഉപയോഗിക്കുന്നത്. ഒരു കറി വീണാലോ പാൽ തൂവിയാലോ ജ്യൂസ് ഒഴുകിയാലോ പലരും പിന്നീട് തുടയ്ക്കാമെന്ന് കരുതും. പക്ഷെ അതാണ് പിന്നീട് ദുർഗന്ധത്തിനും പൂപ്പലിനും കാരണമാകുന്നത്. ആഴ്ചയിലൊരിക്കലെങ്കിലും ഫ്രിഡ്ജ് തുറന്ന് ഷെൽഫുകൾ തുടയ്ക്കുക. റബ്ബർ ഡോറിന്റെ ചുറ്റുമുള്ള ഭാഗവും വൃത്തിയാക്കണം. ഇനി കുറച്ച് ബോണസ് ടിപ്പുകൾ കൂടി പറയാം. ഫ്രിഡ്ജിന്റെ വാതിൽ ഇടയ്ക്കിടെ തുറക്കുന്നതും അടയ്ക്കുന്നതും കുറയ്ക്കുക. ഓരോ തവണയും വാതിൽ തുറക്കുമ്പോൾ തണുപ്പ് പുറത്തേക്ക് പോകും. മുറിച്ച പഴങ്ങൾ പ്ലാസ്റ്റിക് കവറിൽ തുറന്നുവെക്കാതെ അടച്ച പാത്രത്തിൽ സൂക്ഷിക്കുക. കാലാവധി കഴിഞ്ഞ ഭക്ഷണങ്ങൾ ഫ്രിഡ്ജിൽ വെച്ച് മറക്കരുത്. ആഴ്ചയിലൊരിക്കലെങ്കിലും ഫ്രിഡ്ജ് പരിശോധിച്ച് പഴകിയ ഭക്ഷണങ്ങൾ മാറ്റണം. ഫ്രിഡ്ജിൽ നിന്ന് ദുർഗന്ധം വരുന്നുണ്ടെങ്കിൽ അത് അവഗണിക്കരുത്. കാരണം കണ്ടെത്തി വൃത്തിയാക്കുക. ഫ്രിഡ്ജിന്റെ താപനില ശരിയായ നിലയിൽ സൂക്ഷിക്കുന്നതും വളരെ പ്രധാനമാണ്. അമിതമായി കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാതെ ആവശ്യമായ തണുപ്പ് നിലനിർത്തുക. അവസാനമായി ഒരു കാര്യം, ഫ്രിഡ്ജ് ഒരു മാജിക് ബോക്സ് അല്ല. അത് ഭക്ഷണം കൂടുതൽ ദിവസം സൂക്ഷിക്കാൻ സഹായിക്കുന്നൊരു ഉപകരണമാണ്. ശരിയായ രീതിയിൽ ഉപയോഗിച്ചാൽ മാത്രമേ അതിന്റെ ഗുണം കിട്ടൂ. ഇന്ന് പറഞ്ഞ ഈ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഭക്ഷണം കൂടുതൽ ദിവസം ഫ്രഷായി സൂക്ഷിക്കാനും ഭക്ഷണം പാഴാകുന്നത് കുറയ്ക്കാനും വൈദ്യുതി ലാഭിക്കാനും കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ വീട്ടുകാരുമായും സുഹൃത്തുക്കളുമായും ഷെയർ ചെയ്യൂ. ഇത്തരത്തിലുള്ള കിച്ചൺ ടിപ്സ്, ഹോം ടിപ്സ്, ക്ലീനിംഗ് ടിപ്സ് എന്നിവയ്ക്കായി ഡ്രീം കിച്ചൺ ആൻഡ് ഗാർഡൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കണ്ടതിന് എല്ലാവർക്കും നന്ദി. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.